ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മിന്നൂസ് കിച്ചൻ. അപ്പോൾ ഇന്നത്തേത് ഒരു കറിയുടെ റെസിപ്പി ആട്ടോ. നമ്മുടെ സോയാബീൻ കറിയാണ്. ഏറ്റവും എളുപ്പത്തിൽ നമ്മുടെ കുക്കറിൽ ഒരു 10-15 മിനിറ്റുള്ളിൽ റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതൊന്ന് സോക്ക് ചെയ്യാൻ വെക്കേണ്ട സമയമാണ് കുറച്ചധികം നേരം വേണ്ടിയുള്ളൂ. കറി റെഡിയാക്കി എടുക്കാൻ ഒട്ടും തന്നെ താമസം ഉണ്ടാവില്ല. കുക്കറിൽ ഒരു 10-15 മിനിറ്റ് അത്രയും മാത്രം മതിയാവും. നമ്മുടെ അപ്പത്തിൻ്റെയും ഇടിയപ്പത്തിൻ്റെയും ചപ്പാത്തി, പൂരി, പൊറോട്ട എന്തിൻ്റെ കൂടെയും ഏറ്റവും ബെസ്റ്റ് കോമ്പിനേഷനാണ്. അപ്പോൾ ചെറിയൊരു എരിവോട് കൂടിയിട്ട് ഇതേപോലെ നന്നായിട്ട് കുറുകി ഗ്രേവിയോട് കൂടിയിട്ടുള്ള ഒരു കറിയും കൂടിയാണ്. ഉറപ്പായിട്ടും എല്ലാവർക്കും ഇഷ്ടമാവും. സോയാബീൻ ഇഷ്ടമല്ലാത്തവരാണെങ്കിൽ പോലും ഇതുപോലെ ഒന്ന് കറി വെച്ച് നോക്കൂട്ടോ, നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടമാവും. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കി കമൻസൊക്കെ ആണെങ്കിലും മറക്കാതെ അറിയിക്കണേ. നമുക്ക് കണ്ടു നോക്കിയാലോ എങ്ങനെയാണ് നമ്മുടെ കറി റെഡിയാക്കുന്നതെന്ന്. അപ്പോൾ നമ്മുടെ കറി റെഡിയാക്കാനായിട്ട് ഞാനിവിടെ 1 കപ്പ് സോയാബീനാണ് എടുത്തിരിക്കുന്നത്. ഞാൻ എടുത്തിരിക്കുന്ന സോയാബീൻ കുറച്ച് വലുതാണ്. ഇനിയിപ്പോൾ ചെറുതാണെങ്കിലും കുഴപ്പമൊന്നും ഉണ്ടാവില്ല. 1 കപ്പ് എടുക്കുക. അതിനുശേഷം നമുക്ക് നന്നായിട്ട് കഴുകി കുറച്ച് നേരം ഇത് കുതിരാനായിട്ട് മാറ്റി വയ്ക്കണം. അത് കഴുകാനായിട്ട് ഞാൻ അത്യാവശ്യം വലിപ്പമുള്ളൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. നന്നായിട്ട് നമുക്കൊന്ന് കഴുകി കൊണ്ടുവരാവേ. അപ്പോൾ എന്തെങ്കിലും പൊടിയോ അങ്ങനെയൊക്കെ ഉണ്ടാവും, അതുകൊണ്ടൊന്ന് കഴുകിയിട്ടെടുക്കണം. അവിടെ നന്നായിട്ട് കഴുകി വെച്ചതിനകത്തേക്ക് നമ്മൾ നന്നായിട്ട് തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഈ സോയാബീൻ ശരിക്കും മുങ്ങിക്കിടക്കാൻ പാകത്തിനുള്ള വെള്ളം വേണം നമ്മൾ ഒഴിച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ ഇതേപോലെ നന്നായിട്ട് തിളച്ച വെള്ളം മുങ്ങിക്കിടക്കാൻ പാകത്തിന് ഒഴിച്ച് ഒരു 30 മിനിറ്റ് അരമണിക്കൂർ നന്നായിട്ടൊന്ന് കുതിരാനായിട്ട് ശരിക്കും ഒന്ന് സോക്കായി വരാനായിട്ട് വെയിറ്റ് ചെയ്യാം നമുക്ക്. അപ്പോൾ അത് മൂടി വെച്ച് അരമണിക്കൂർ അതവിടെ ഇരുന്ന് ഒന്ന് കുതിർന്ന് വരട്ടെ. ഇപ്പോൾ ഇതാ 1 അരമണിക്കൂറൊക്കെ കഴിഞ്ഞ് കണ്ടോ, നന്നായിട്ട് വീർത്ത് നമ്മുടെ സോയാബീൻ ആണെങ്കിലും അത്യാവശ്യം നന്നായിട്ടൊന്ന് കുതിർന്ന് വന്നിട്ടുണ്ട്. നമ്മൾ ആകെ 1 കപ്പ് സോയാബീനാണ് ഇട്ട് കൊടുത്തത്, പക്ഷേ വീർത്ത് വന്നപ്പോൾ കണ്ടോ പാത്രം നിറച്ച് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് മതി. ഇനി ഇതിൻ്റെ വെള്ളമൊക്കെ നല്ലപോലെ പിഴിഞ്ഞ് ഇതേപോലെ അരിപ്പയിലേക്ക് നമുക്കങ്ങ് മാറ്റി വയ്ക്കാം. അപ്പോൾ ശരിക്കും വെള്ളം പിഴിഞ്ഞ് കളഞ്ഞിട്ട് വേണം ഇതേപോലെ അരിപ്പയിലേക്ക് മാറ്റി വയ്ക്കാനായിട്ട്. ഇനിയിപ്പോൾ കഴുകൊന്നും വേണ്ട, നമ്മൾ ഓൾറെഡി കഴുകിയെടുത്തതാണല്ലോ. അപ്പോൾ നന്നായിട്ട് കുതിർന്ന് വന്ന ഈ സോയാബീൻ ചെറുതായിട്ട് ഒന്ന് കട്ട് ചെയ്ത് വെക്കണം. ഞാനിപ്പോൾ നമ്മുടെ ഈ സോയാബീൻ ഇതേപോലെ 2ആയിട്ടാണ് കട്ട് ചെയ്ത് വെക്കുന്നത്. ഇനിയിപ്പോൾ ചെറിയ സോയാബീൻ ആണെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്യൊന്നും വേണ്ട. അപ്പോൾ വലിപ്പത്തിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കാം. എത്രത്തോളം വലിപ്പം വേണോ അതനുസരിച്ച് കട്ട് ചെയ്ത് മാറ്റി വയ്ക്കാം നമുക്ക്. ഞാൻ എടുത്തിരിക്കുന്ന എല്ലാ സോയാബീനും ഇതേപോലെ 2ആയിട്ട് ഒന്ന് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊരു അരമണിക്കൂർ ഒന്ന് കുതിരാൻ വേണ്ടി മാറ്റി വെക്കേണ്ട സമയം മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ സമയത്ത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സവാള, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി അതൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കുമ്പോഴേക്കും സമയമായിക്കോളും. ഒരു അരമണിക്കൂർ തനിയായിക്കോളും. ഇനി നമുക്ക് കറി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ നമ്മൾ കുക്കറിലാണ് കറി ഉണ്ടാക്കുന്നത്. എനിക്ക് കുക്കറിൽ വീഡിയോ എടുക്കാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടാണ് ഞാനിവിടെ പാനിൽ നമ്മുടെ മസാലയൊന്ന് വഴറ്റി കൊടുക്കുന്നത്. അതിനുശേഷം ഞാൻ കുക്കറിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ഈ ഒരു സ്റ്റേജ് മുതൽ ആദ്യം മുതലേ കുക്കറിൽ ചെയ്താൽ മതി. നന്നായിട്ട് ചൂടായി വന്ന പാനിലേക്ക് ഞാൻ 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ അടുത്തേക്ക് കടുകും അതേപോലെ തന്നെ 1/2 ടീസ്പൂൺ അടുത്തേക്ക് പെരുംജീരകവും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പെരുംജീരകം എന്ന് പറയുന്നത് വലിയ ജീരകം, ചെറിയ ജീരകമല്ല. അതും കൂടി ചേർത്ത് നല്ല രീതിയിൽ തന്നെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഒട്ടും തന്നെ കരിഞ്ഞു പോകാതെ ഏറ്റവും ലോ ഫ്ലെയിമിൽ വേണം കേട്ടോ വെക്കാനായിട്ട്. അപ്പോൾ കടുകും പെരുംജീരകമൊക്കെ നന്നായിട്ടൊന്ന് പൊട്ടി വന്നപ്പോൾ ഇതിലേക്ക് മീഡിയം സൈസിലെ 2 സവാളയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതേപോലെ നീളത്തിൽ കനം കുറച്ചരിഞ്ഞതാണ്. ഇനിയിപ്പോൾ ഒരുപാട് വലിയ സവാളയാണെന്നുണ്ടെങ്കിൽ ഒരെണ്ണം മതിയാവും. 4 പച്ചമുളക് ഇതേപോലെ നീളത്തിൽ കനം കുറച്ച് കീറിയതും അതേപോലെ തന്നെ 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി നല്ലതുപോലെ ഒന്ന് ചതച്ചെടുത്താണെങ്കിലും കുഴപ്പമുണ്ടാവില്ല. നല്ല ഫ്രഷ് ആയിട്ടുള്ള എടുക്കുകയാണെങ്കിൽ നല്ല മണത്തിലും അതേപോലെ തന്നെ നല്ല ടേസ്റ്റിലും നമ്മുടെ കറി കിട്ടും. അത് ഈ കറി എന്നല്ല, ഏത് കറിയാണെങ്കിലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് വഴറ്റി കൊടുത്തതിനകത്തേക്ക് ഒരു 2 തണ്ട് കറിവേപ്പിലയും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഈ ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെയും സവാളയുടെയും ഒക്കെ പച്ചമണം നല്ലപോലെ ഒന്ന് മാറി വരുന്നവരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. കണ്ടോ, നമ്മുടെ സവാളയൊക്കെ ആണെങ്കിലും പതുക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് മതി. ഇതിനകത്തേക്ക് ഒരു വലിയ തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ ചെറിയ തക്കാളി ആണെന്നുണ്ടെങ്കിൽ മാത്രം 2 എണ്ണം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ അത്യാവശ്യം വലിപ്പമുള്ളതായതുകൊണ്ട് തന്നെ നന്നായിട്ട് പഴുത്ത ഒരു തക്കാളി നമുക്ക് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പതുക്കെ ഒന്ന് വാടി വരട്ടെ. കണ്ടോ, തക്കാളി ആണെങ്കിലും പതുക്കെ ഒന്ന് വാടി ചെറുതായിട്ടൊന്ന് കുഴഞ്ഞു വന്നിട്ടുണ്ട്. ഒരുപാടങ്ങ് വെന്തൊന്നും പോയിട്ടില്ല. ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ മസാലപ്പൊടികളായിട്ട് ഒരു 1/2 ടീസ്പൂൺ അടുത്തേക്ക് മഞ്ഞൾപ്പൊടിയാണ് നമ്മൾ ആദ്യം തന്നെ ചേർത്ത് കൊടുക്കുന്നത്. പൊടികൾ ഒരുപാട് കൂടി പോകരുത്, ഭയങ്കര കുത്തുണ്ടാവും പൊടിയുടെ. ഇനി ഇതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ഒരുപാട് എരിവൊന്നുമില്ലാത്ത മുളക് പൊടി ആയതുകൊണ്ടാണ് 1.5 ടീസ്പൂൺ ചേർത്ത് കൊടുത്തത്. അപ്പോൾ എരിവുണ്ടെന്നുണ്ടെങ്കിൽ അത് നോക്കിയിട്ട് വേണം ചേർക്കാനായിട്ട്. കൂടെ തന്നെ 2 ടീസ്പൂൺ എടുത്ത് മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മല്ലിപ്പൊടി ഒരുപാടൊന്നും വേണ്ട, കാരണം നമ്മൾ ആകെ 1 കപ്പ് സോയാബീനെ എടുത്തിട്ടുള്ളൂ. അപ്പോൾ 2 ടീസ്പൂൺ അത്രയും മതിയാവും. ഇതിലേക്ക് ഇനി ഗരം മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിപ്പോൾ ഞാനൊരു 1/2 ടീസ്പൂണാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. കൂടെ തന്നെ ഇതിനകത്തേക്ക് നമ്മൾ കുരുമുളക് പൊടിച്ചതാണ് ചേർത്തിരിക്കുന്നത്. ഒരുപാട് അങ്ങ് പൊടി പോലെയല്ല, ചെറുതായിട്ടൊന്ന് കടിക്കാൻ കിട്ടുന്ന ആ ഒരു പരുവത്തിൽ ചതച്ചെടുത്തതാണ്. അപ്പോൾ 1 ടേബിൾ സ്പൂൺ എടുത്തതിനകത്ത് നേർപകുതി മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഏറ്റവും ലാസ്റ്റ് നമുക്ക് ബാക്കിയും കൂടി ചേർത്ത് കൊടുക്കണം. അതിനുശേഷം ഏറ്റവും ലോ ഫ്ലെയിമിലാക്കി ഒരു 2-3 മിനിറ്റ് നന്നായിട്ട് ഇളക്കി ആ പച്ചമണം ശരിക്കും ഒന്ന് മാറി വരട്ടെ.
അപ്പോൾ പച്ചമണമൊക്കെ നന്നായിട്ട് മാറി വന്നപ്പോൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് തൈരാണ്. അപ്പോൾ ഒരുപാട് പുളിയൊന്നുമില്ലാത്ത തൈര് ഒരു 2 ടേബിൾ സ്പൂൺ നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മളിങ്ങനെ തൈര് ചേർത്ത് കറി ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റിൽ തന്നെ നമുക്ക് കറി കിട്ടും കേട്ടോ. ഇതുവരെ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒരു തവണ ചെയ്ത് നോക്കണേ. അപ്പോൾ അതൊക്കെ എണ്ണയൊക്കെ ആണെങ്കിലും ഒന്ന് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സോയാബീനും കൂടി അങ്ങ് ചേർത്ത് കൊടുക്കാം. ഈ സോയാബീനും കൂടി ചേർത്ത് കൊടുത്താൽ ആ മസാല എല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി നമുക്കൊന്ന് യോജിപ്പിക്കാം. അപ്പോൾ ഒരുപാട് പുളിയില്ലാത്ത തൈര് വേണം ചേർക്കാനായിട്ട്. നല്ല പുളി ഉണ്ടെന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ ചേർത്താൽ മതിയാവും. നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിനകത്തേക്ക് വേവാൻ ആവശ്യമായിട്ടുള്ള നമ്മുടെ സോയാബീനൊക്കെ നന്നായിട്ട് വെന്ത് വരാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 1.5 കപ്പ് വെള്ളവും കൂടി എടുത്തിട്ടുണ്ട്. അതും കൂടി ചേർത്ത് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാവേ. വെള്ളം ഒരുപാട് കൂടിയൊന്നും പോകണ്ട, കാരണം കുക്കറിലല്ലേ വെക്കുന്നത്, പെട്ടെന്ന് നിങ്ങൾ റെഡിയായി വന്നോളൂ. അപ്പോൾ ഒരു 1.5 കപ്പ് അത്രയും മാത്രം മതിയാവും. ഇനിയിപ്പോൾ ഇതിനകത്ത് ഏറ്റവും ലാസ്റ്റായിട്ട് ടേസ്റ്റിന് വേണ്ടി ഒരു ചെറിയൊരു പിടി മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മല്ലിയില ടേസ്റ്റൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഇറച്ചിക്കറിക്കാണെങ്കിലും മല്ലിയിലൊക്കെ ചേർത്ത് കൊടുക്കുന്നത് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണല്ലോ. അതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ ഇതുവരെ ഉപ്പൊന്നും ചേർത്തേണ്ടായിരുന്നില്ല. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ശരിക്കും ഇതൊന്ന് പതുക്കെ തിളച്ച് വരുന്ന സമയമാകുമ്പോൾ നമുക്ക് കുക്കർ അടച്ച് വെച്ച് വേവിക്കാം. അതാ പതുക്കെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ സമയത്താണ് കുക്കറിലേക്ക് മാറ്റി കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ സമയമാകുമ്പോൾ കുക്കർ അങ്ങ് അടച്ച് വെച്ച് ഏറ്റവും ലോ ഫ്ലെയിമിലാക്കി ഒരൊറ്റ വിസിൽ മാത്രം കേൾപ്പിച്ചാൽ മതിയാവും. കണ്ടോ, നമ്മൾ കുക്കറിൽ വീഡിയോ എടുക്കുമ്പോൾ എല്ലാം കറക്റ്റായിട്ട് അങ്ങ് കാണാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ പാനിൽ മസാലയൊക്കെ വഴറ്റി കൊടുത്ത് ലാസ്റ്റ് കുക്കറിലേക്ക് മാറ്റിയത്. ഇനി നമുക്ക് അടച്ച് വെച്ച് ഗ്യാസ് ഏറ്റവും ലോ ഫ്ലെയിമിലാക്കി ഒരൊറ്റ വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതാ ഒരൊറ്റ വിസിലിന് ശേഷം നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്ത് അതിൻ്റെ പ്രഷറൊക്കെ നന്നായിട്ടൊന്ന് പോയിട്ടുണ്ട്. കണ്ടോ, തുറന്ന് നോക്കിയപ്പോഴാണെങ്കിലും ഒരുപാട് വെള്ളം കൂടുതലൊന്നുമില്ല, കറക്റ്റായിട്ട് തന്നെ വന്നിരിക്കുന്നത്. സോയാബീൻ ആണെങ്കിലും നല്ല രീതിയിൽ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഏറ്റവും ലാസ്റ്റായിട്ട് കുറച്ച് കുരുമുളക് പൊടിയും അതേപോലെ തന്നെ ഗരം മസാലയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കണം. അതിനായിട്ട് ഞാൻ ഗ്യാസ് ഒന്നും കൂടി ഒന്ന് ഓണാക്കിയിട്ടുണ്ട്. അപ്പോൾ ബാക്കി ചതച്ച് വെച്ചിരിക്കുന്ന കുരുമുളക് പൊടിയും അതേപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ എടുത്ത് ഗരം മസാലയും കൂടി ലാസ്റ്റായിട്ടൊന്ന് തൂവി കൊടുക്കുക. അതൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ അതും കൂടി ചേർത്ത് ഒന്നും കൂടി ഒന്ന് തിളപ്പിച്ചതിന് ശേഷം നമുക്ക് ഗ്യാസ് അങ്ങ് ഓഫാക്കാം. അപ്പോൾ ഈ സമയത്ത് ഗ്രേവി കുറച്ചും കൂടി ഒന്ന് തിക്കായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി തിളപ്പിച്ച് കുറുക്കിയതിന് ശേഷം ഗ്യാസ് ഓഫാക്കിയാൽ മതി. കണ്ടോ, ഞാനിപ്പോൾ ഒരുപാട് ഗ്രേവിയിലൊന്നും അല്ലാതെ ചെറിയൊരു തിക്കായിട്ടുള്ള പരുവത്തിലാണ് എടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാലോ, ഇത് മതിയാവും. നന്നായിട്ട് കുറുകിയ ഒരു രീതിയിൽ തന്നെ നമുക്ക് വന്നിട്ടുണ്ട്. നമ്മുടെ ഇറച്ചിക്കറിയുടെ അതേ ടേസ്റ്റിലുള്ള സോയാബീൻ കറിയാണ്. ഉറപ്പായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. സോയാബീൻ ഇഷ്ടമല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ പോലും ഇതേപോലെ ഒരു തവണ കറി വെച്ച് നോക്കും കേട്ടോ. നന്നായിട്ട് കുറുകിയ ചാറോട് കൂടിയിട്ട് ചെറിയൊരു എരിവോട് കൂടിയിട്ടാണ് ഈ കറി വരുന്നത്. അപ്പോൾ എരിവൊന്നും ഇത്ര ഇഷ്ടമല്ലാന്നുണ്ടെങ്കിൽ കുരുമുളക് കൂടി അത്രയും ചേർക്കണ്ട. അപ്പോൾ എരിവൊക്കെ ഒന്ന് നോക്കി എല്ലാവരും ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കുക. മല്ലിയില ചേർക്കാൻ ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആ കുരുമുളക് പൊടിയൊക്കെ ചേർത്ത സമയത്ത് ഏറ്റവും ലാസ്റ്റായിട്ട് കുറച്ചും കൂടി മല്ലിയിലയും കൂടി നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ അപ്പത്തിൻ്റെയും ഇടിയപ്പത്തിൻ്റെയും അതേപോലെ തന്നെ ചപ്പാത്തി, പൊറോട്ട, പൂരി എല്ലാത്തിൻ്റെയും കൂടെ ഏറ്റവും ബെസ്റ്റ് കോമ്പിനേഷനാണ്. ചോറിൻ്റെ കൂടിയാണെങ്കിലും സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. ട്രൈ ചെയ്ത് നോക്കി കമൻസ് ഒക്കെ ആണെങ്കിലും മറക്കാതെ അറിയിക്കുക. അതേപോലെ തന്നെ വീഡിയോയ്ക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് മറ്റുള്ളവരിലേക്ക് കൂടി നമ്മുടെ ഈ റെസിപ്പി ഒന്ന് ഷെയർ ചെയ്യാനായിട്ട് മറന്നു പോകരുത്. ആദ്യമായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് നമ്മുടെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. നമുക്കപ്പോൾ ഇതേപോലുള്ള പുതിയ പുതിയ വീഡിയോസിന് നല്ല അടിപൊളി റെസിപ്പീസൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് ഹെൽത്തി ആയിട്ട് ഇരിക്കുക. ബൈ.